നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഇനി എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? താൻ നിർദ്ദേശിച്ച DCC അധ്യക്ഷൻ VS ജോയിയെ UDFും കോൺഗ്രസും സ്ഥാനാർത്ഥിയായി അവിടെ നിർത്തിയില്ലെങ്കിൽ അൻവറിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ശരിക്കും കോൺഗ്രസിന് അക്കാര്യത്തിൽ ചങ്കിടിപ്പുണ്ട്. മറ്റൊന്നുമല്ല, PV അൻവർ അവിടെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കാം. അങ്ങനെ മത്സരിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. VS ജോയിക്ക് പകരം ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പത്രിക കൊടുക്കും. അങ്ങനെ അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിന്റെ പരാജയം ഉറപ്പുവരുത്തും. അതും മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിന്റെ പരാജയം ഉറപ്പുവരുത്തിയാൽ ഒരുപക്ഷെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിക്കുകയോ PV അൻവർ ജയിക്കുകയോ ചെയ്യും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജയിച്ചാലും PV അൻവർ ജയിച്ചാലും അൻവറിന് ഇടതുമുന്നണിയിൽ വീണ്ടും ഒരുപക്ഷെ കസേരയുണ്ടാകും. തന്ത്രപരമായ നീക്കത്തിനാണ് ഇപ്പോൾ അൻവർ ശ്രമിക്കുന്നത്. VS ജോയിയെ സ്ഥാനാർത്ഥിയായി നിർത്തിയില്ല എങ്കിൽ താൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ പത്രിക നൽകും. ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിക്കും. ചുരുക്കി പറഞ്ഞാൽ അൻവറും ആര്യാടൻ ഷൗക്കത്തുമായിട്ട് ആയിരിക്കും വീണ്ടും മത്സരം. 2016 സംഭവിച്ചതുപോലെ വീണ്ടും ഷൗക്കത്ത് അൻവർ മത്സരം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നത് UDFിനും കോൺഗ്രസിനും ചിന്തിക്കാനേ വയ്യ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന, UDFിനെ വെട്ടിലാക്കുന്ന തരത്തിലൊരു നീക്കത്തിനാണ് ഇപ്പോൾ PV അൻവർ ലക്ഷ്യമിടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം ഇപ്പോൾ അതിന്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ UDFിന്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ UDFിന് കഴിയാത്തത്. അതുകൊണ്ടാണ് അൻവർ പറഞ്ഞത് DCC അധ്യക്ഷനും ക്രൈസ്തവനുമായ VS ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ഞാൻ തന്നെ ഇറങ്ങി ജോയിയെ ജയിപ്പിച്ചു കൊള്ളാം. 40,000 വോട്ടിനെങ്കിലും ജോയി ജയിക്കും. എന്നാൽ ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കോൺഗ്രസ് ചിന്താകുഴപ്പത്തിലായി. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആഗ്രഹം, മുസ്ലിം ലീഗിന്റെയും ആഗ്രഹം. ഇതിന് രണ്ടിനെയും വെട്ടാനുള്ള നീക്കമാണ് VS ജോയിയിലൂടെ PV അൻവർ നടത്തിയത്. കാരണം ജോയി ക്രൈസ്തവനാണ്. കോൺഗ്രസിന് നഷ്ടപ്പെട്ട ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ജോയി അനിവാര്യമാണ്. അത് കേരളത്തിലെ മറ്റ് ക്രൈസ്തവ മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഗുണം ചെയ്യും. ഇതൊക്കെയായിരുന്നു അൻവറിന്റെ വാദങ്ങൾ. അതുകൊണ്ട് തന്നെ VS ജോയിയോട് താല്പര്യവും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് പിരിഞ്ഞുപോയി നേരെ CPM പോയി CPM സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ചാലോ? അതോടുകൂടി കോൺഗ്രസിന്റെ ഇടപാട് തീരും. ഇത് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം ആര്യാടനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ആര്യാടൻ സെക്കൻഡ്, ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ വീണ്ടും 2016 പോലെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം മനസ്സിലാക്കിയ അൻവർ മറ്റൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഒരു ഒന്നൊന്നര തീരുമാനമായിരുന്നു. അതാണ് ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ താൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ പത്രിക കൊടുക്കും. താനും ഷൗക്കത്തും തമ്മിലായിരിക്കും മത്സരം. അങ്ങനെ മത്സരം നടന്നാൽ താൻ വിജയിക്കും. ഈ ഒരു ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ PV അൻവർ UDF നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നത്. UDF നേതൃത്വം ഇത് കേട്ട് പതറിയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവരുടെ ഇടയിൽ, ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടയിൽ ഒരു ചിന്താക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗ് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തെ നിർത്തിക്കഴിഞ്ഞാൽ അവർ വിജയിപ്പിച്ചു കൊള്ളാമെന്നാണ്. എന്നാൽ അതൊന്ന് കാണട്ടെ എന്നാണ് PV അൻവർ പറയുന്നത്. അവസാനം അൻവറും ലീഗ് തമ്മിലായി ഏറ്റുമുട്ടൽ. ഇതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. കാരണം CPMന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം അവിടെ അവിടെ ജയിച്ച, നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ജയിച്ച ഏക CPM സ്ഥാനാർത്ഥി 1967 സഖാവ് കുഞ്ഞാലിയാണ്. കുഞ്ഞാലി പിന്നെ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ CPMന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവിടെ റോളുള്ളത് PV അൻവറിനും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അൻവർ എന്ത് തീരുമാനം കൈക്കൊള്ളും? അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ, കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ നിർത്തിയാൽ വലിയ തരത്തിലൊരു പോരാട്ടം നടക്കുക മാത്രമല്ല, പോരാട്ടം വഴിതിരിയുകയും ചെയ്യും. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിയാൽ അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള സൂചന UDF നേതൃത്വത്തിന് അദ്ദേഹം നൽകി കഴിഞ്ഞു.